നമസ്കാരം സുഹൃത്തുക്കളെ, എനിക്കുറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേരുടെയും പ്രശ്നം ഇതുതന്നെയായിരിക്കാം, ഉറക്കക്കുറവ്. പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രി കിടക്കയിലേക്ക് വീഴുമ്പോൾ സമാധാനത്തോടെ ഒന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ കണ്ണടയ്ക്കുമ്പോൾ ചിന്തകളുടെ ഒരു പൂരം തന്നെ മനസ്സിൽ തുടങ്ങുകയായി. പ്രത്യേകിച്ച് കുടുംബത്തിലെ എല്ലാവരെയും കാര്യങ്ങൾ നോക്കി സ്വന്തം ആരോഗ്യം പോലും മറന്നു ജീവിക്കുന്ന നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ വില്ലനെ എങ്ങനെ തുരത്താമെന്നും ഇന്ന് രാത്രി മുതൽ നിങ്ങൾക്കെങ്ങനെ സുഖമായി ഉറങ്ങാമെന്നും വളരെ ലളിതമായ ചില വഴികൾ ഞാൻ പറഞ്ഞു തരാം. വീഡിയോ പൂർണ്ണമായും കാണുക. പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാത്തത് എന്നാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന 3 തെറ്റുകളാണ് ഇതിന് കാരണം. ഒന്നാമത്തേത് കിടപ്പുമുറിയിലെ വില്ലൻ, നമ്മുടെ മൊബൈൽ ഫോൺ. നമ്മൾ വിചാരിക്കും റീൽസുകളും മെസ്സേജുകളും കണ്ട് മനസ്സ് റിലാക്സ് ചെയ്ത് ഉറങ്ങാമെന്ന്. എന്നാൽ ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ തലച്ചോറിന് നൽകുന്നത് ഇപ്പോൾ പകലാണ്, ഉറങ്ങേണ്ട സമയമായിട്ടില്ല എന്ന തെറ്റായ സന്ദേശമാണ്. രണ്ടാമത് അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ്. പകൽ നടന്ന കാര്യങ്ങളിൽ, നാളെ ചെയ്യേണ്ട ജോലികൾ, കുട്ടികളുടെ പഠിത്തം, കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ തിരഞ്ഞെടുക്കുന്നത് കൃത്യം കിടക്കാൻ നേരത്തായിരിക്കും, അല്ലേ? മൂന്നാമത്തേത് സ്വയം മറക്കൽ. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തി ഏറ്റവും ഒടുവിലാണ് കിടക്കാൻ വരുന്നത്. അപ്പോഴേക്കും ശരീരം അമിതമായി തളർന്നിട്ടുണ്ടാകാം. ശരീരം അമിതമായി തളരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത വരും. അത് ഉറക്കത്തെ തടയും. ഇനി ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. അതിന് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കരുത്. ഇന്നലെ എനിക്ക് ഉറങ്ങാനായില്ല, ഇന്നെങ്കിലും എനിക്ക് ഉറങ്ങിയേ മതിയാവൂ എന്ന ചിന്തകൾ ആദ്യം തന്നെ ഒഴിവാക്കുക. കഴിയുമെങ്കിൽ ആദ്യം രാത്രി കിടക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേയെങ്കിലും ഭക്ഷണം കഴിക്കുക. കിടക്കാൻ നേരം മേലൊന്ന് കഴുകാൻ ശ്രമിക്കുക. ഇനി ഈ ഉറക്കത്തിലേക്ക് പോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡിജിറ്റൽ ഉപവാസം, ഡിജിറ്റൽ ഡീടോക്സ്. നിങ്ങൾ 10 മണിക്കാണ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 9:30 ആവുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി ദൂരെ വെക്കുക. ആ അരമണിക്കൂർ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കരുത്. അത് നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ ഒരു ഡയറി. നാളെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നവർ കിടക്കുന്നതിന് മുമ്പ് ഒരു ഡയറിയിലോ പേപ്പറിലോ അത് എഴുതി വെക്കുക. നാളെ എനിക്കിതൊക്കെ ചെയ്യാനുണ്ട് എന്ന് എഴുതി വെക്കുമ്പോൾ തലച്ചോറിന് ഒരു സമാധാനം കിട്ടും. ചിന്തകൾ അവസാനിക്കും. ഇതിനെ ബ്രെയിൻ ഡംപ് എന്ന് പറയും. ഇതോടൊപ്പം ബ്രീത്തിങ് ടെക്നിക്കും ഒപ്പം ചിന്മുദ്രയും ചെയ്യുക. എന്താണ് ബ്രീത്തിങ് ടെക്നിക്? 4-7-8 ശ്വസന രീതി. കിടക്കയിൽ നേരെ കിടന്ന് കണ്ണടയ്ക്കുക. 4 സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 7 സെക്കൻഡ് അത് ഉള്ളിൽ പിടിച്ചു നിർത്തുക. പിന്നീട് 8 സെക്കൻഡ് കൊണ്ട് സാവധാനം വായിലൂടെ പുറത്തുവിടുക. ഇതൊരു 5 തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പിന് സാധാരണ നിലയിലാകും. മനസ്സ് ശാന്തമാകും. ഇതോടൊപ്പം ഈ ഒരു ശ്വസനക്രിയ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ചിന്മുദ്രയും ചെയ്യുക. എന്താണ് ചിന്മുദ്ര?
ചിന്മുദ്രയിൽ എങ്ങനെയാണ് കൈവെക്കേണ്ടത്? നമ്മുടെ തള്ളവിരൽ, രണ്ട് കൈയുടെ തള്ളവിരലിൻ്റെ അഗ്രവും ചൂണ്ടുവിരലിൻ്റെ അഗ്രവും തമ്മിൽ പരസ്പരം തൊടുക. ഒന്ന് തൊട്ടാൽ മാത്രം മതി. ബാക്കി 3 വിരലുകൾ നിവർത്തിപ്പിടിക്കുക. ഇതാണ് ചിന്മുദ്ര. നമ്മുടെ വിരൽത്തുമ്പുകളിൽ ഒരുപാട് നാഡീഞരമ്പുകളുടെ അവസാന ഭാഗങ്ങളുണ്ട്. തള്ളവിരൽ നമ്മുടെ പ്രപഞ്ചോർജത്തെയും അല്ലെങ്കിൽ ബോധത്തെയും, ചൂണ്ടുവിരൽ നമ്മുടെ അഹന്തയെയും അല്ലെങ്കിൽ മനസ്സിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവ തമ്മിൽ സ്പർശിക്കുമ്പോൾ ശരീരത്തിലെ ഊർജ്ജനില സമതുലിതമാകുന്നു. ഇതെങ്ങനെ ഉറങ്ങാൻ ഉപയോഗിക്കാം? രാത്രി കിടക്കയിൽ മലർന്നു കിടക്കുക. കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി ഉള്ളൻ കൈകൾ മുകളിലേക്ക് വരത്തക്കവണ്ണം വയ്ക്കുക. എന്നിട്ട് 2 കൈകളും ഈ ചിന്മുദ്രയിൽ പിടക്കുക. വിരലുകളിൽ അമിതമായി അമർത്തരുത്, വളരെ പതുക്കെ സ്പർശിച്ചാൽ മതി. അതിനോടൊപ്പം ശ്വസനക്രിയയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ ഉറങ്ങിപ്പോവും. ഇത് ചെയ്യും മുമ്പേ നിങ്ങൾ കിടക്കാൻ നോക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. കണ്ണടച്ച് കിടക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നല്ലൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക. ഒരുപക്ഷെ നല്ലൊരു ഭക്ഷണമായിരിക്കാം, കുട്ടികളുടെ ഒരു ചിരിയായിരിക്കാം, അല്ലെങ്കിൽ സുരക്ഷിതമായി ഈ ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞതായിരിക്കാം. അതിന് ദൈവത്തോടോ പ്രകൃതിയോടോ നന്ദി പറയുക. പോസിറ്റീവ് ചിന്തകളോടെ ഉറങ്ങാൻ കിടന്നാൽ ആ രാത്രി മനോഹരമായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുടുംബത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഉറക്കമളയ്ക്കുന്നതെന്ന്. എന്നാൽ ഓർക്കുക, നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബവും സന്തോഷത്തോടെ ഇരിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കം നിങ്ങളുടെ അവകാശമാണ്. അത് മറ്റൊന്നിനും വേണ്ടി കളയരുത്. ചിന്തകളെല്ലാം മാറ്റിവെക്കൂ. നാളത്തെ ദിവസം പുതിയൊരു പുലരിയാണ്. നിങ്ങൾക്കെല്ലാം നേരിടാനുള്ള കരുത്തുണ്ട്. ഇന്ന് രാത്രി സമാധാനത്തോടെ കണ്ണുകളടയ്ക്കൂ. സുഖമായി ഉറങ്ങൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോയുമായി പോസിറ്റീവ് ടോക്സ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.